ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. കൂട്ടാനായിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. വെണ്ടയ്ക്ക അച്ചാറിന് വേണ്ടി ഞാനിവിടെ 1 കിലോ വെണ്ടയ്ക്ക മഞ്ഞൾപ്പൊടി, ഉപ്പും വിനാഗിരിയും കൂടിയുള്ള വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ആ വെണ്ടയ്ക്ക മുഴുവൻ ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറുതുമല്ല, എന്നാൽ ഒരുവിധം വലിയ പീസ് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു കോണോട് കോണായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് 15ഓളം അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു 3 ടേബിൾ സ്പൂൺ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യമായ കായം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക ഒരുവിധം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ച വെണ്ടയ്ക്കയാണ്, എന്നാലും വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾക്ക് ഈ ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. സമയത്തേക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളവും നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒരുവിധം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4 പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം. മുളകൊക്കെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി പച്ചമുളക്, ഇഞ്ചിയും എല്ലാം വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മുളകും കായവും എല്ലാം മൂത്ത് വന്ന സമയത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ മതിയോ എന്ന് നോക്കണം. ഫ്ലെയിമൊന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ വെണ്ടയ്ക്കയും ഈ മസാലയും എല്ലാം കൂടെ പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മസാലയും വെണ്ടയ്ക്കയും എല്ലാം കൂടെ നന്നായിട്ട് കറക്റ്റായിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. ആ സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളവും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് വെള്ളവും തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ തിളപ്പിച്ച് വെച്ച വെള്ളവും തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്നൊന്ന് നോക്കണം. ഇരുന്ന് വരുമ്പം കട്ടിയായി വന്നോളൂ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക അച്ചാർ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവർ താങ്ക്സ്.